നാഗലിശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിർമ്മാണം പൂർത്തിയായ കെട്ടിടം സമർപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1,30,00,000 രൂപയാണ് ചെലവഴിച്ചത്. തൃത്താലയിലെ നാഗലിശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംസ്ഥാന സർക്കാരിന്റെ വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യഥാർത്ഥത്തിൽ ഒരു കൊല്ലം മുമ്പ് തീരേണ്ടതായിരുന്നു. മെയ്യിലെങ്കിലും തീർക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. ജൂണിൽ പുതിയ അധ്യയന വർഷത്തിൽ പുതിയ കെട്ടിടത്തിൽ കുട്ടികൾക്ക് പഠിക്കാൻ ഉതകുന്ന തരത്തിൽ. പക്ഷെ തുടക്കത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നു. സാങ്കേതിക പ്രശ്നം വന്നപ്പോൾ നമുക്ക് ആദ്യത്തെ ടെൻഡർ റദ്ദാക്കേണ്ടി വന്നു. പിന്നെ പുതുക്കി എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ 1 കോടിയാണ് ആദ്യം കൊടുത്തത്. സമയം കുറച്ച് വൈകിയപ്പോൾ 30 ലക്ഷം കൂടി. പുതുക്കിയ എസ്റ്റിമേറ്റിൽ 1,30,00,000 ആ തുക അനുവദിച്ചു. അതുകൊണ്ടാണ് കഴിഞ്ഞ ഈ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് കരുതിയത്. അല്പം നീണ്ടുപോയത്, ജൂണിന് മുമ്പ് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയാതെ പോയത് അതുകൊണ്ടാണ്. പക്ഷേ ഇത് തന്നെ തൃത്താലയിൽ ഒരു അത്ഭുതമായിട്ടാണ് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റൊക്കെ പറഞ്ഞത്. നമ്മുടെ മുമ്പുള്ളൊരു അനുഭവം കൊല്ലങ്ങളായിട്ട് നീണ്ടുപോകുന്ന അനുഭവമാണ്. ഇത് മാത്രമല്ല, പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ഇതുപോലെ തറക്കല്ലിട്ട ഒരു കെട്ടിടമാണ് പരിതൂരിലെ ഗവൺമെന്റ് LP സ്കൂൾ. 1 കോടിയാണ്. തൃത്താലയിലെ വിദ്യാഭ്യാസ മേഖലയുടെ വികസനത്തിന് 3 വർഷത്തിനുള്ളിൽ 50 കോടി രൂപയുടെ പദ്ധതികൾ അനുവദിച്ചെന്ന് മന്ത്രി പറഞ്ഞു. 2 നിലകളിലായി 8 ക്ലാസ് മുറികളാണ് കെട്ടിടത്തിലുള്ളത്. റാമ്പ് സൗകര്യം, ഓഫീസ് റൂം, ശൗചാലയം എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ്, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ടീച്ചർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പഞ്ചായത്ത് മെമ്പർമാർ, വിദ്യാകിരണം കോർഡിനേറ്റർ KN കൃഷ്ണകുമാർ, DO AK അനീഷ്, AU P പ്രസാദ്, BFC VP ശ്രീജിത്ത് തുടങ്ങിയവരും മറ്റു ഉദ്യോഗസ്ഥർ, സ്കൂൾ അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു. NCV ന്യൂസ്, തൃത്താല. 12 വർഷത്തെ എക്സ്പീരിയൻസ്, 800-ലധികം വിദ്യാർത്ഥികൾ, ഉയർന്ന നിലവാരമുള്ള പഠന രീതികൾ, എക്സ്പീരിയൻസ്ഡ് ആയ മാനേജ്മെന്റ്, കൂടാതെ 100% ജോലി സാധ്യതയും. സാലിയൻ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, എടപ്പാൾ, തിരൂർ.